പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ കർത്താവ് നൽകിയ വലിയ സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ മുസ്ലിമായ നാമത്തിൽ വീണ്ടും സന്ധ്യാവന്ദനം അറിയിക്കുന്നു. ഒരല്പം കഠിനമായ ടഫായിട്ടുള്ള ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ ഒരു അതൊക്കെ നിങ്ങളുടെ മുഖത്ത് ഒക്കെ കാണാനായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഏറ്റവും ടഫായിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒരല്പം അയവ് വരും എന്ന് വിചാരിക്കുന്നു. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അഹരോൻ്റെ മഹാപൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ പിന്നീട് 5, 6, 7 അധ്യായങ്ങളിൽ തുടരുന്നതാണ്. അതാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം പഴയ നിയമത്തിലെ ഏത് പുരോഹിതനേക്കാളും അല്ലെങ്കിൽ പഴയ നിയമ മഹാപൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്നുള്ളതിന് 9 കാരണങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഏതെങ്കിലും കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അതിന് സന്തോഷമുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മൽക്കിസദേക്കിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഒരു വാക്കിൽ ഒന്ന് പറഞ്ഞ് നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് പോകുകയാണ്. മൽക്കിസദേക്കിന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. മൽക്കിസദേക്ക് അബ്രഹാമിൻ്റെ സമകാലീനനായിരുന്നല്ലോ. അബ്രഹാം ജീവിച്ചിരുന്നല്ലോ. നമ്മളെപ്പോലെ ഒരാളായിട്ട്, ഒരു മനുഷ്യനായിട്ട് അബ്രഹാം ജീവിച്ചിരുന്ന ആളല്ലേ അല്ലേ? ഓക്കെ, ഞാൻ ചോദിക്കുന്നതിന് എസ് ഓർ നോ ക്വസ്റ്റ്യൻസാണ്, കുറച്ച് തുടർമാനമായിട്ട്. അപ്പോൾ അതിൽ നോ ഉണ്ടെങ്കിൽ കൈ ഉയർത്താം. അപ്പോൾ ഈ മൽക്കിസദേക്കുമായിട്ടുള്ള കാര്യങ്ങൾ, ആ ചരിത്രം വരുന്നത് നമ്മൾ വായിച്ചല്ലോ 14-ാം അധ്യായത്തിൽ. അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും കുടുംബത്തെയും മറ്റ് രാജാക്കന്മാർ കൊണ്ടുപോയി ആ രാജ്യത്തെ സോദോം രാജാവിനെയും മറ്റും തോൽപ്പിച്ച് കൊണ്ടുപോയ കൂട്ടത്തിൽ ലോത്തിനെയും കുടുംബത്തെയും അവരെയും അധീനപ്പെടുത്തി കൊണ്ടുപോയപ്പോൾ അവരെ രക്ഷിച്ചു കൊണ്ടുവന്നതാണ് ആര്? അബ്രഹാം. അതൊരു ചരിത്രത്തിലുള്ള കാര്യമാണല്ലോ. ലോത്ത് യഥാർത്ഥത്തിൽ ജീവിച്ച ഒരാളല്ലേ? അതെ, അബ്രഹാമിനെ പോലെ ലോത്തും സോദോം രാജ്യവും സോദോമിലെ രാജാവും ഒക്കെ ഉള്ള ഒരു ഹിസ്റ്ററിയാണല്ലോ. അതുപോലെ ഒരു രാജ്യമായിരുന്നു ഏത്? ശാലേം രാജ്യം. ആ ശാലേം രാജ്യത്തിലെ രാജാവാണ് ആര്? മൽക്കിസദേക്ക്. അപ്പോൾ ഉള്ള ആളാണ്. അബ്രഹാമിൻ്റെ സമകാലീനനായിട്ട് ജീവിച്ച ചരിത്രത്തിലുള്ള ഹിസ്റ്ററിയിലുള്ള ഒരാളാണ് ആര്? മൽക്കിസദേക്ക്. അപ്പോൾ ആ മൽക്കിസദേക്ക് അവരെ പോലെ ഒക്കെ അവിടെ ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ആരുണ്ട്? അപ്പനും അമ്മയും എല്ലാം ഉണ്ട്, വംശാവലിയും എല്ലാ കാര്യമുണ്ട്. ആൾ ജനിച്ചിട്ടുമുണ്ട്, മരിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് പിന്നെ ഇവിടെ അങ്ങനെ പറഞ്ഞത്? ഞാനത് പറഞ്ഞു. ടെസ്റ്റിലില്ലെങ്കിൽ എവിടെ നോക്കണം? കോണ്ടെക്സ്റ്റിൽ നോക്കണം. ടെസ്റ്റ് ചെയ്ത് മനസ്സിലായില്ലെങ്കിൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് എന്താ? അവിടുത്തെ സന്ദർഭം എന്താ? ഇവിടുത്തെ സന്ദർഭത്തിലേ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പൗരോഹിത്യത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. പൗരോഹിത്യം സംബന്ധിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൻ്റെ നിഴലാണ് ആര്? മൽക്കിസദേക്ക്. അഹരോന്യ പൗരോഹിത്യപ്രകാരം ഒരാൾക്ക് പുരോഹിതനാകണമെങ്കിൽ എന്തു വേണം? ലേവ്യ പൗരോഹിത്യപ്രകാരം ഒരാൾക്ക് പുരോഹിതനാകണമെങ്കിൽ എന്ത് വേണം? സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച. എന്ത് സർട്ടിഫിക്കറ്റാണ്? വംശാവലിയുടെ സർട്ടിഫിക്കറ്റ് വേണം, ജനനം വേണം അല്ലേ?
എന്താണ് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. എവിടെ ജനിച്ചു, ജീവാരംഭം അവിടെ പറയുന്നു. ജീവാരംഭം, മാതാവ് പിതാവ് ലേവി ഗോത്രത്തിലുള്ള ആളാണോ, അഹരോൻ്റെ വംശത്തിൽ ജനിച്ച ആളാണോ എന്നുള്ളതിന് കൃത്യമായ രേഖ വേണം. ആർക്ക് വേണ്ട? യേശുക്രിസ്തുവിന് വേണ്ട. എന്തുകൊണ്ട് വേണ്ട? എന്തുകൊണ്ട് വേണ്ട? യേശുക്രിസ്തു ലേവ്യ പൗരോഹിത്യ പ്രകാരമുള്ള പൗരോഹിത്യമുള്ള ആളല്ല. പിന്നെ ആരുടെ? മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം. മൽക്കിസദേക്കിന് അത് ഇല്ല. മൽക്കിസദേക്കിന് അതില്ല. കാരണം മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം ഈ അഹരോന്യ പൗരോഹിത്യം പോലെയുള്ള പൗരോഹിത്യം അല്ല. ഇനി മൽക്കിസദേക്കിന് അതുണ്ടെങ്കിൽ ആർക്ക് വേണ്ടി വരും? യേശുക്രിസ്തുവിന് അത് വേണ്ടി വരും. അങ്ങനെ വന്നാൽ അവന് ആരാകാൻ കഴിയില്ല? പുരോഹിതനാകാൻ. അത് 7-ാം അധ്യായത്തിലുണ്ടല്ലോ. കർത്താവ് മറ്റൊരു ഗോത്രത്തിൽ നിന്ന് ഉള്ളവനാണ്. യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം നിത്യമാണ്. അപ്പോൾ ആ നിത്യമാണ് എന്നുള്ളതിൻ്റെ ഒരു എന്താണ് പ്രതിബിംബമാണ്, പ്രതീകമാണ് ആര്? മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കഴിഞ്ഞ ക്ലാസ്സും കൂടെ നിങ്ങൾ കേട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അവിടെ പറയുന്നത് മൽക്കിസദേക്ക് എന്ന് പറയുന്ന ആ വ്യക്തിയെ ചരിത്രത്തിൽ നിന്ന് എടുത്ത് പറയുകയല്ല. മൽക്കിസദേക്കിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലുള്ള ആ പോർട്രേറ്റ്, ആ ആലേഖ്യം, അവിടെ ഇത് പറഞ്ഞിട്ടില്ല. അവിടെ എന്തു പറഞ്ഞിട്ടുണ്ട്? അവൻ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്? രാജാവാണെന്നും പുരോഹിതനാണെന്നും പറഞ്ഞിട്ടുണ്ട്. പുരോഹിതനാണെന്ന് പറഞ്ഞെടുത്ത് എന്ത് പറഞ്ഞിട്ടില്ല? ആ വംശാവലി പറഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, യേശു കർത്താവിൻ്റെ വംശാവലിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. പക്ഷെ അത് ഏതുമായി ബന്ധപ്പെട്ടല്ല, പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടല്ല. അപ്പോൾ അങ്ങനെ ആ വംശാവലി പ്രകാരം ആരാകാൻ കഴിയില്ല? പുരോഹിതനാകാൻ കഴിയില്ല. 7-ാം അധ്യായത്തിൽ നമ്മളത് കണ്ടതാണ്. നമ്മളിനി ചിന്തിക്കാത്തത് ഈ പോർഷനിൽ, അതായത് 4-14 മുതൽ 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വരെ ഭാഗത്ത് ഇനി നമ്മൾ വിട്ടുപോയൊരു ഭാഗമുണ്ട് ഇതുവരെ പറയാത്ത. അതേതാ? അത് വിട്ടത് ഏതാന്ന് ബ്രദറിനല്ലേ അറിയുള്ളൂ. പറയാൻ പറ്റുമോ? 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 6-12 വരെയുള്ള ഭാഗമാണ് നമുക്കിനി പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ ചിന്തിച്ച എല്ലാ കാര്യങ്ങൾക്കും, അതായത് യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞ എല്ലാ ഭാഗങ്ങളിലും എന്തുണ്ട്? ഒരു മുന്നറിയിപ്പ് ഉണ്ട്, ഇല്ലേ? ഉണ്ട്. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞെടുത്ത് എന്തുണ്ട്? മുന്നറിയിപ്പുണ്ട്. മോശയേക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞെടുത്ത് എന്തുണ്ട്? മുന്നറിയിപ്പുണ്ട്. അതുപോലെ സ്വസ്ഥതയെക്കുറിച്ച് പറഞ്ഞെടുത്ത് എന്തുണ്ട്? യോശുവയേക്കാളും ആചാരപരമായ ശബത്തിനേക്കാളും ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞെടുത്ത് മുന്നറിയിപ്പുണ്ട്. അതുപോലെ അടുത്ത പോർഷനായ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തു തൻ്റെ പൗരോഹിത്യത്തിൽ അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നിടത്തെ മുന്നറിയിപ്പിൻ്റെ ഭാഗമാണ് ഈ ഭാഗം. മുന്നറിയിപ്പ്, പ്രബോധനത്തിൻ്റെ അല്ലെങ്കിൽ മുന്നറിയിപ്പിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് വായിക്കാം. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14, 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വരെ ഒരു ആദ്യത്തെ പോർഷനാണ്. അത് നമുക്കൊന്ന് വായിക്കാം. മതി. 11-ാം വാക്യം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. ഏതിനെക്കുറിച്ചാണ്?
മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള ഒരു പുരോഹിതനെക്കുറിച്ച്, അങ്ങനെ ഒരു പുരോഹിതനെക്കുറിച്ചുള്ളൊരു വാഗ്ദാനം എവിടെയുണ്ട്? പഴയ നിയമത്തിലുണ്ട്. ആ പൗരോഹിത്യത്തെക്കുറിച്ച് വളരെ പറയാനായിട്ട് ഉണ്ട്. പക്ഷേ എന്താ കുഴപ്പം? എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. നമ്മുടെ പോലെ തന്നെ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ എന്ത് വരുന്നു? മാന്യം വരുന്നു, ക്ഷീണവും ഉറക്കമൊക്കെ നമുക്ക് വരുന്നു. 12 മുതൽ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനല്ല, നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയമുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ കേൾവിക്കാരിൽ വലിയൊരു കൂട്ടം ആളുകൾ മാന്യമുള്ളവരാണ്. ആരാണ് കേൾവിക്കാർ? അല്ലെങ്കിൽ അനുവാചകരാരാ? എബ്രായ വിശ്വാസികൾ, യഹൂദന്മാരിൽ നിന്ന് കർത്താവിലേക്ക് വന്ന ഈ വിശ്വാസ സമൂഹത്തിലേക്ക് വന്ന ഒരു കൂട്ടം ആളുകളാണ്. അപ്പോൾ അവരോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവിടെ ചില പ്രയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ ഈ ശിശു എന്നുള്ള വാക്ക് കാണുന്നുണ്ട്. അവിടെ പറയുന്ന ശിശുക്കളും ഇവിടെ പറയുന്ന ശിശുക്കളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അവിടെയും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആഹാരമല്ല പാലത്രേ തന്നത്, ഇപ്പോഴും നിങ്ങൾക്ക് പ്രാപ്തിയായിട്ടില്ല, പാലാണ് നിങ്ങൾ കുടിക്കുന്നത്. അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അതിന് കാരണം 12-ാമത്തെ വാക്യം, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ, ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ. അതേതാ ഈ ആദ്യ പാഠങ്ങൾ? ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ ഏതാ? ആദ്യ പാഠങ്ങൾ എന്നുള്ളൊരു വാക്ക് വേറെ എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർമ്മയിൽ വരുന്നുണ്ടോ? ഇവിടെ തന്നെ ഞാൻ അവിടേക്ക് പോകുന്നതിന് മുമ്പ് 6-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ ആ വായിച്ച് 3-ാമത്തെ വാക്യം വരെ വായിച്ച് 6-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളിലൂടെ മാനസാന്തര, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവധി എങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം, ആദ്യ പാഠം, ആദ്യ വചനം അതേതാ? ന്യായപ്രമാണം, പഴയ നിയമം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ പാഠം, ആദ്യ വചനം എന്ന് പറയുന്നത് ഏതാ? പഴയ നിയമമാണ്. ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന വചനങ്ങളാണ്, ആദ്യ സൂചകങ്ങളാണ് ഏത്? പഴയ നിയമം എന്ന് പറയുന്നത്. ആ പഴയ നിയമത്തിൻ്റെ കീഴിലിരിക്കുന്നവരൊക്കെ ആരാ? ശിശുക്കളാ അല്ലേ? പഴയ നിയമത്തിൻ്റെ കീഴിലിരിക്കുന്നവരൊക്കെ ആരാ? ശിശുക്കളാണ്. നമുക്ക് വായിക്കാം. ഗലാത്യലേഖനം 3-ാം അധ്യായം എടുക്കാം. ഗലാത്യലേഖനം 3-ാം അധ്യായം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരല്പം ഒരു കീൻ അറ്റൻഷൻ, നമ്മൾ ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച്, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വിഷയമൊക്കെ പഠിക്കുമ്പോൾ അല്ലേ എന്ന് പറയുന്ന പോലെ പുതിയ നിയമത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു പോർഷനായത്. അപ്പോൾ ഒരല്പം അറ്റൻഷൻ വേണേ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗലാത്യലേഖനം എടുക്കാം. ഗലാത്യലേഖനം 3-ാം അധ്യായം 23 മുതലുള്ള വാക്യം. ശ്രദ്ധിക്കണം. 24-ാം വാക്യം. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ ന്യായപ്രമാണം നമുക്ക് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി
ഭവിച്ചു. 25-ാം വാക്യം, വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകൻ്റെ കീഴിൽ അല്ല. 4-ാം അധ്യായം 1-ാം വാക്യം, അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാളൊട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിപാഠങ്ങൾ കീഴ് അടിമപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്, അതും കൂടെ ഞാൻ ചേർത്ത് പറയാം. അപ്പം ന്യായപ്രമാണത്തിൻ്റെ കീഴിലിരിക്കുന്നവരാരാ? ന്യായപ്രമാണം ആരാ? 24-ാം വാക്യം, 3-24 പ്രകാരം ന്യായപ്രമാണം ആരാണ്? ശിശുപാലകനാണ്. അപ്പോൾ ശിശുപാലകൻ്റെ കീഴിലിരിക്കുന്നവരാരാ? ശിശുക്കളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യഹൂദന്മാർ ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്ന ആരാണെങ്കിലും അവരാരാ? ശിശുക്കളാണ്. ഇവിടെ ഗലാത്യരോട് പറയുമ്പോൾ ഗലാത്യരെ സംബന്ധിച്ച് ഗലാത്യ വിശ്വാസികൾ യഹൂദന്മാരിൽ നിന്ന് വന്നവരല്ല. അവർ അത് പശ്ചാത്തലത്തിലേക്കൊന്നും അധികം ഞാൻ പോകാതെ പറയട്ടെ, അവർ വിജാതീയരിൽ നിന്ന് വന്ന, ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികളാണ്. അപ്പം അവരോട് പറയുമ്പോൾ ന്യായപ്രമാണമാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഈ പരിച്ഛേദനയുമായി ബന്ധപ്പെട്ടാണ് അത് പറയുന്നത്. അപ്പോൾ അവരോട് പറയുമ്പോൾ 4-ാം വാക്യം, 3-4 വാക്യങ്ങൾ, അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ കീഴെ അടിമപ്പെട്ടിരുന്നു. ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ എന്ന് പറയുന്നത് എന്താ? അത് മനസ്സിലാക്കണമെങ്കിൽ കൊലോസ്യ ലേഖനത്തിലേക്ക് പോകണം. ഒന്ന് പോയിട്ട് നമുക്ക് വരാം. കൊലോസ്യ ലേഖനം 2:20. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിൽ രസിക്കുന്നവർക്ക് ജഡത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ. അപ്പോൾ ലോകത്തിൻ്റെ ആദ്യപാഠം എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഇന്നിന്ന കർമ്മങ്ങളൊക്കെ ചെയ്താൽ സാധിക്കും. പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത്, ചട്ടങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങ് അവിടെ പോയി നമ്മൾ കവരക്കോല കുത്തി ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് വിശുദ്ധി കിട്ടും എന്ന ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ, അതിന് ലോകം കൊണ്ടുവന്ന ആശയങ്ങൾ, അതാണ് ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ. എന്നാൽ നമ്മൾ നേരത്തെ കണ്ട എബ്രായ ലേഖനത്തിലും ആദ്യ വചനം, ആദ്യ പാഠം, ഗലാത്യ ലേഖനം നമ്മൾ കണ്ടത്, അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ന്യായപ്രമാണമാണ് ആദ്യ വചനം, ആദ്യ പാഠം. അതെന്താണ്? അത് ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാൻ വേണ്ടി, ക്രിസ്തുവിങ്കിലേക്ക് വിരൽ ചൂണ്ടുവാൻ വേണ്ടി, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ, രക്ഷകനെ പരിചയപ്പെടുത്തുവാനായിട്ട് ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ ഒരു ചൂണ്ടുപലകയാണ്, സൂചകമാണ് എന്ത്? ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിൻ്റെ കീഴിലിരിക്കുന്നവരൊക്കെ ആരാണ്? ശിശുക്കളാണ്. കാരണം ന്യായപ്രമാണം ശിശുപാലകനാണ്. ശിശുപാലകൻ്റെ കീഴിൽ ഈ ശിശു എത്ര നാളിരിക്കും? അത് പറഞ്ഞിട്ടുണ്ട്, പുത്രത്വം പ്രാപിക്കുന്നവരെ. ആ പുത്രത്വം എപ്പോഴാണ് പ്രാപിച്ചതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് 7-ാം വാക്യത്തിൽ, അല്ലേ? ഗലാത്യലേഖനത്തിൽ വരാം, 4-ാം അധ്യായത്തിൽ, 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, 4-ാം വാക്യം. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതി, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. എബ്രായ ലേഖനത്തിലേക്ക് വന്നേ, ഒത്തിരി അവിടെ നിൽക്കാതെ പെട്ടെന്ന് വരാം. എബ്രായ ലേഖനം 6:14 നോക്കിയേ. കട്ടിയായുള്ള ആഹാരം, 13-ാം വാക്യം, പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയമുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. പ്രായം തികഞ്ഞവർ ആരാ? പുത്രന്മാർ, പുത്രത്വം പ്രാപിച്ചവർ. പുത്രത്വം പ്രാപിച്ചവരാരാ? ശിശുക്കളാരാ? ന്യായപ്രമാണം എന്താണ്? ശിശുപാലകനാണ്. ഇവിടുത്തെ നമ്മുടെ വിഷയത്തിൽ ആദ്യ പാഠമാണ്, ആദ്യ വചനമാണ്. 13-ാം വാക്യം, നമ്മുടെ 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, ആദ്യ പാഠം.
6-ാം അധ്യായം 3-ാം വാക്യം. ആദ്യ വചനം. ആദ്യ പാഠങ്ങളും ആദ്യ വചനങ്ങളും എന്താണ്? പുത്രത്വത്തിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ പുത്രത്വം നമുക്ക് നൽകുന്ന, പ്രായത്തിൻ്റെ തികവ് നൽകുന്ന എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, പൂർണ്ണമായ രക്ഷ നൽകി സ്വർഗീയമായ അവകാശങ്ങൾക്ക് നമ്മെ യോഗ്യരാക്കി തീർക്കുന്ന ദൈവപുത്രനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്ത്? ന്യായപ്രമാണം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? അതാണുള്ള പ്രശ്നം. 6-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം എന്താണ്? ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം എന്ന് പറഞ്ഞാൽ ഈ ന്യായപ്രമാണത്തിൽ, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 1-2 വാക്യത്തിൽ, നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, അതൊക്കെ ആരെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന? ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സൂചകങ്ങളാണ്, നിഴലുകളും പ്രതിരൂപങ്ങളുമാണ് അതെല്ലാം. അപ്പോൾ മാനസാന്തരം, പഴയ നിയമത്തിൽ മാനസാന്തരം ഉണ്ട് അല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പഴയ നിയമത്തിൽ മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ലേവ്യ പുസ്തകം 16-17 അധ്യായങ്ങളിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കും. അവിടെ വർഷാന്തരയാഗം, മഹാപാപ പരിഹാര ദിവസം ജനത്തിൻ്റെ, ആ രാജ്യത്തിൻ്റെ, ഇസ്രായേൽ ജനതയുടെ, യഹൂദന്മാരുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പാപപരിഹാര ബലി അർപ്പിക്കും. ആരാ അർപ്പിക്കുന്നത്? മഹാപുരോഹിതൻ. അങ്ങനെ അർപ്പിക്കുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? നോക്കി നിന്നാൽ മതിയോ? അവിടെ പറഞ്ഞിട്ട് ആ വാക്കാണ് എന്താ? ആത്മതപനം ചെയ്യണം. അന്ന് എല്ലാവരും എന്ത് ചെയ്യണം? ആത്മതപനം ചെയ്യണം, പശ്ചാത്തപിക്കണം, അനുതപിക്കണം. ഇപ്പം നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം അത് ഉണ്ട്. പക്ഷേ ആ ആത്മതപനം അല്ലെങ്കിൽ ആ യാഗവും ഇതെല്ലാം എവിടേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ദൈവത്തിങ്കലെ വിശ്വാസം. ഇപ്പോൾ പഴയ നിയമത്തിൽ എന്തുണ്ട്? വിശ്വാസമുണ്ട്. വിശ്വാസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞ്, അതുകൊണ്ടാണല്ലോ പഴയ നിയമ വിശ്വാസ വീരന്മാരെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുക. ദൈവത്തിങ്കലെ വിശ്വാസം, പിന്നെന്താ? സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം. എന്താണ് സ്നാനങ്ങളെക്കുറിച്ചുള്ള? സ്നാനങ്ങളെന്ന് പറഞ്ഞാൽ എന്താ? സ്നാനങ്ങൾ നമ്മളെ സ്നാനമല്ല. പിന്നെ പഴയ നിയമത്തിലേതാ? കഴുകലുകൾ. വ്യത്യസ്തമായ ഒത്തിരി കഴുകലുകളുണ്ട് അല്ലേ? 1-2 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാം, പഴയ നിയമത്തിൽ നിന്നും വായിക്കാം ആവശ്യമെങ്കിൽ. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കാം. 7:4. ഒത്തിരി ചട്ടങ്ങൾ അവർക്കുണ്ട്. കഴുകലുകളെ സംബന്ധിച്ച് ശരീരം കഴുകുന്ന, പാത്രം കഴുകുന്നതും, പുറത്തു പോയി തിരിച്ചു വന്നാലുള്ള കഴുകലുകൾ, അവർ യാഗം. നമുക്കറിയാം ചില വാക്യങ്ങൾ ഒന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് കുറിച്ചെടുക്കാനായിട്ട്. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം, അതുപോലെ 13-ാം വാക്യം യാഗങ്ങളിലെ കഴുകലുകളാണ്. നമുക്കറിയാം സമാപന കൂടാരത്തിൽ പ്രാകാരത്തിൽ വെച്ചിരിക്കുന്ന ഉപകരണം എന്താ? 2 ഉപകരണങ്ങൾ. ഒന്നാണെന്ത്? താമ്രത്തൊട്ടി. അതിൽ നിറയെ വെള്ളമാണ്. അവിടെ പുരോഹിതൻ തന്നെ എന്ത് ചെയ്യണം? കഴുകണം. യാഗ വസ്തുക്കൾ അതിലെന്ത് ചെയ്യണം? കഴുകണം. അതിൻ്റെ ആ ക്രമങ്ങളൊക്കെ കണ്ടാൽ ഒത്തിരി കഴുകലുകൾ അവിടെയുണ്ട്. അതുപോലെ പുരോഹിതൻ്റെ കഴുകലെ സംബന്ധിച്ച് ലേവ്യ പുസ്തകം 8-ാം അധ്യായം 6-ാം വാക്യം,
അപ്പോൾ ദേവാലയത്തിലെ കഴുകലുകളുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ കഴുകുന്നതിനെക്കുറിച്ചാണ് നമ്മൾ മാർക്കോസ് 7 വായിച്ചത്. അതുകൂടാതെ തന്നെ സോഷ്യലായിട്ടും പേഴ്സണലായിട്ടും സാമൂഹ്യപരമായിട്ടും വ്യക്തിപരമായിട്ടുമുള്ള ശുദ്ധിക്ക് വേണ്ടിയുള്ള കഴുകലുകൾ ഉണ്ട്. എല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരുവനെങ്കിലും പിണം തൊട്ടാൽ എന്ത് ചെയ്യണം? അവൻ വസ്ത്രം അലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അപ്പോൾ അതൊരു കഴുകലാണ്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, സമയം കിട്ടുകയാണെങ്കിൽ ഒടുവിൽ ഞാനത് പറയാം. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ കഴുകലുണ്ട്. ഈ കഴുകലെല്ലാം എന്താ? ഈ കഴുകലുകളെല്ലാം എന്താണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പാഠമാണ്, ആദ്യ വചനമാണ്, സൂചകങ്ങളാണ്. ഓക്കെ, അടുത്തത് എന്താണ്? കൈവെപ്പ്. എന്താണ് കൈവെപ്പ്? പുതിയ നിയമത്തിലെ കൈവെപ്പല്ല. പുതിയ നിയമത്തിലെ കൈവെപ്പുണ്ട്, അതല്ല. പഴയ നിയമത്തിൽ എന്തുണ്ട്? കൈവെപ്പുണ്ട്. പുരോഹിതന്മാരാക്കുന്നത്, പ്രവാചകന്മാരാക്കുന്നത്, രാജാക്കന്മാരാക്കുന്നതൊക്കെ എന്താ? കൈവച്ച് ആണ് ആക്കുന്നത്. നമ്മൾ ധാരാളം വാക്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 10, 15, 24, 25 വാക്യങ്ങൾ. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ലേവ്യ പുസ്തകം ഞാൻ പറഞ്ഞ ഭാഗമാണ്. 16, 17 അധ്യായങ്ങൾ. ഈ മഹാപാപ പരിഹാര ബലി, വർഷാന്തരയാഗം, അവിടെ 2 ആട്ടുകൊറ്റന്മാരെ തിരഞ്ഞെടുക്കുന്നു. അതിലൊന്നിൻ്റെ മേലെന്ത് ചെയ്യും? മഹാപുരോഹിതൻ കൈവയ്ക്കും. എന്താ ചെയ്യുന്നത്? കൈവച്ച് അതിൻ്റെ മേൽ ജനത്തിൻ്റെ എല്ലാം പാപങ്ങൾ എന്ത് ചെയ്യും? ചുമത്തും. അപ്പോൾ ഈ കൈവെപ്പ് എന്താ? കൈവെപ്പ് എന്താ? ആദ്യപാഠമാണ്, ആദ്യവചനം. ആരെക്കുറിച്ചുള്ള? ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനമാണ്. അല്ല, ഈ ആടിന് മനുഷ്യൻ്റെ പാപത്തെ വഹിക്കാൻ പറ്റുമോ? എബ്രായലേഖനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. 10-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അത് കാണും. ഇല്ല, കഴിയില്ല. പക്ഷെ അതെല്ലാം ആരെക്കുറിച്ചാണ്? അല്ലെങ്കിൽ ആ സൂചകം, ആ പ്രതിരൂപം, ആ നിഴല്, അത് ആരെക്കുറിച്ചുള്ള നിഴലാണ്? ആദ്യവചനം ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെ, എല്ലാവരെയും കുറിച്ച് വിശദീകരിക്കാൻ ആവശ്യമില്ല. 2-ാം വാക്യം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പരിജ്ഞാനപൂർത്തിയല്ല, വചനത്തിലെ പരിജ്ഞാനം പ്രാപിക്കുന്നതല്ല. മറിച്ച് എന്താ? ഞാൻ പറഞ്ഞല്ലോ, എന്താ? പുത്രത്വം പ്രാപിക്കുക. 11-ാം വാക്യം, എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ. അപ്പോൾ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം നൽകുന്ന നിത്യരക്ഷ, നിത്യമായ പൂർണ്ണത. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്താൽ നമുക്ക് എന്തുണ്ട്? സമ്പൂർണ്ണ രക്ഷയുണ്ട്. എന്ത് ചെയ്യുന്നു? യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിന് ആശ്രയിക്കുന്നവർക്ക് എന്ത് ലഭിക്കുന്നു? പൂർണ്ണത ലഭിക്കുന്നു. ആ പൂർണ്ണ നിശ്ചയം, പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ എന്ത് വിടണം? പൊരുള് വന്നു, നിഴലിനെ ആദ്യവചനം വിടണം, ആദ്യ പാഠം വിടണം. വിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോഴും ആരാ? ശിശുക്കളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ലഭിച്ചിട്ടില്ല? പുത്രത്വം ലഭിച്ചിട്ടില്ല. പുത്രത്വം ലഭിച്ചില്ല. മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും കേട്ടാൽ മതി. ഇനി ഒന്നോട് ഇതിൽ കൂടുതൽ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും മോശയുടെ ന്യായപ്രമാണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വചനങ്ങളിൽ വീണ്ടും ആശ്രയിക്കുകയാണെങ്കിൽ, നിഴലിൽ വീണ്ടും ഒരാൾ അതിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇവിടെ വന്നു പക്ഷെ നോട്ടം മുഴുവൻ അവിടെ ഒപ്പീസും പാട്ടുകുർബാനയും കുഴിപ്രാർത്ഥനയും നോമ്പും പെരുന്നാളും, അല്ലെങ്കിൽ 5 വിധ യഹൂദനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 5 വിധ യാഗങ്ങളിലും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ യാഗം അർപ്പിക്കുമ്പോൾ ഒരു വിഷമം, ഇവിടെ അയ്യോ നമ്മളിതൊക്കെ വിട്ട് പോകുന്നല്ലോ. അവിടുത്തെ 7 പെരുന്നാളുകൾ അല്ലേ, 7 പെസഹ മുതലുള്ള 7 പെരുന്നാളുകൾ, അതുപോലെ വിവിധമായ ആചാരാനുഷ്ഠാനങ്ങൾ, അതെല്ലാം ആദ്യവചനങ്ങളാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള. പൊരുൾ വന്നു കഴിഞ്ഞു. 10-ാം അധ്യായം 1-ാം വാക്യം, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ
സ്വരൂപമല്ല, പൊരുൾ വന്നു, നന്മ വന്നു. 9:12 ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട്. ആ നന്മ വന്നു കഴിഞ്ഞു. നിങ്ങളിനി അങ്ങോട്ട് നോക്കരുത്, അതിനെയൊക്കെ വിടുക. അതിനെ നിങ്ങൾ വിടുന്നില്ലെങ്കിൽ നിങ്ങളിപ്പോഴും ശിശുപാലകൻ്റെ കീഴിലാണ്, നിങ്ങൾ ശിശുക്കളാണ്. വാഗ്ദത്തത്തിൻ്റെ പൂർണ്ണ നിശ്ചയം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നിങ്ങൾക്കെന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക്. നമുക്ക് 4 മുതൽ താഴേക്ക് വായിക്കാം. 6:4 മുതൽ. ഒരിക്കൽ ചുട്ടുകളക അത്രേ അതിൻ്റെ അവസാനം. അപ്പോൾ ഇവിടെ ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുക. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം 5-ാമത്തെ വാക്യത്തിൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും, ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെ ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. പിന്നെ അവരെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? തങ്ങൾക്ക് തന്നെ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഈ വേദഭാഗത്തെക്കുറിച്ച് 100 അഭിപ്രായങ്ങളും രീതികളുണ്ട്. നമുക്ക് ഇവിടെ എബ്രായലേഖനത്തിൽ നിന്ന് മാത്രം നോക്കാം. എബ്രായലേഖനത്തിൻ്റെ സന്ദർഭം ഈ ലേഖനകർത്താവ് പറഞ്ഞു വരുന്നത് എന്താ? ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ സംസാരിപ്പാൻ ഉണ്ട്. ഏതിനെക്കുറിച്ച്? യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൽ, മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൽ കൂടെ ലഭിക്കുന്ന സമ്പൂർണ്ണ രക്ഷയെക്കുറിച്ച് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിന് മുഴുവനായിട്ട് എല്ലാവർക്കും, നിങ്ങളെന്ന് പറയുന്നത് എല്ലാവർക്കും അല്ല, ഇവിടെ ഇങ്ങനെ പ്രാപിച്ചവർ പിന്മാറിപ്പോയാൽ അവരെ എന്ത് ചെയ്യാൻ കഴിയില്ല? മാനസാന്തരത്തിലേക്ക് പുതുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ എബ്രായ ലേഖനത്തിലെ പിന്മാറ്റക്കാരാരാ? ആരോ പറഞ്ഞല്ലോ. എബ്രായ ലേഖനത്തിൽ പിന്മാറ്റക്കാരാരാണ്? യഹൂദമതത്തിൽ തിരിച്ചു പോയവർ. ഒന്നും കൂടെ, എല്ലാ മുന്നറിയിപ്പുകളുടെയും അത് മനസ്സിലാക്കാനായിട്ട് ഇത് കണക്റ്റഡായിട്ട് നമ്മൾ ചിന്തിക്കണേ. എബ്രായത്തിൽ നിന്നാൽ മതി. നമ്മൾ ഈ എല്ലാ മുന്നറിയിപ്പുകളിലും എന്താ മുന്നറിയിപ്പ് കൊടുക്കുന്നത്? ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് കർത്താവ് എന്ന് പറയുന്നിടത്ത് 2-ാം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ എന്താ മുന്നറിയിപ്പ്? അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ അനുസരണക്കേടിനും ലംഘനത്തിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നമുക്ക് സാക്ഷി എന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് നൽകിയതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ? അപ്പോൾ അവിടെ എന്താ മുന്നറിയിപ്പ്? രക്ഷയെ അവഗണിക്കരുത്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത പഴയ നിയമത്തിലെ വചനങ്ങൾ അനുസരിക്കാത്തവർക്ക് ശിക്ഷ ലഭിച്ചുവെങ്കിൽ, അവർ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെ അവഗണിക്കുന്നവർ തീർച്ചയായിട്ടും ശിക്ഷാവധിയിലേക്ക്, നിത്യശിക്ഷയിലേക്ക് പോകും. വേറെ രക്ഷാമാർഗമില്ല. അതുകൊണ്ട് പൂർണ്ണമായി എന്ത് ചെയ്യണം? ശരിയായി എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതല്ലേ? വിയോജിപ്പുണ്ടോ? അതാണല്ലോ. ഇനി നമ്മൾ 3-ാം അധ്യായത്തിൽ വന്നാൽ എടുത്താട്ടെ, അതൊന്ന് നോക്കാം, അത് മനസ്സിലാക്കാനാണ്. 3-ാം അധ്യായത്തിൽ വന്ന മോശയുമായി ബന്ധമുള്ള താരതമ്യം നമുക്കറിയാം. എബ്രായത്തിലെല്ലാം താരതമ്യ, മോശയേക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറയുന്നിടത്ത് മുന്നറിയിപ്പ് എന്താ? 3:12 13.
നിങ്ങളാർക്കും ഉണ്ടാകാതിരിക്കുക. നിങ്ങളാരും പാപത്തിന്റെ ചതിയ കടപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാട്ടോടും അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തെളിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. ആർക്ക്? നിങ്ങളിൽ, വിശ്വാസികൾക്കല്ല. ആ പിന്മാറ്റക്കാരാരാണെന്ന് ചോദിച്ച് അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതൊന്ന് പറഞ്ഞോട്ടെ. ഇത് പറയുമ്പോൾ അത് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. എബ്രായ ലേഖനത്തിൽ കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ആ പോർഷൻ മനസ്സിലാകാൻ ഇത് മനസ്സിലാകണം. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും, ഈ എബ്രായരിൽ നിന്ന്, യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തു മാർഗത്തിലേക്ക്, ഈ സമൂഹത്തിലേക്ക് വന്ന എല്ലാവരും ആരല്ല? ശരിയായ വിശ്വാസികൾ അല്ല. ശരിയായ വിശ്വാസികളല്ല. അതുകൊണ്ടാണ് നിങ്ങളിൽ ആർക്കെങ്കിലും, ആ 13-ാമത്തെ വാക്യത്തിലുണ്ട്, നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ. 4-ാം അധ്യായം. ഇനി അടുത്ത പോർഷൻ, അതായത് സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള കാര്യം പറയുമ്പോൾ ആചാരപരമായ ശബത്തിനേക്കാളും യോശുവേക്കാളും ശ്രേഷ്ഠനാണെന്നുള്ള പോർഷനിലും ഒരു മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പിൽ എന്താ പറയുന്നത്? 4-ാം അധ്യായം 1-ാം വാക്യം. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം, അപ്പോൾ സ്വസ്ഥതയിൽ എന്ത് ചെയ്യണം? പ്രവേശിക്കണം. സ്വസ്ഥതയിൽ എങ്ങനെ പ്രവേശിക്കുന്നത്? 3-19 വാക്യം. ആർക്കാ സ്വസ്ഥതയിൽ ആരാ പ്രവേശിക്കുന്നത്? വിശ്വസിക്കുന്നവരാണ്. വിശ്വസിക്കാത്തവർ മരുഭൂമിയിൽ പട്ടുപോയി, നശിച്ചുപോയി. അപ്പോൾ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള അവസരം ശേഷിച്ചിരിക്കുക നിങ്ങളിൽ ആർക്കെങ്കിലും ലഭിക്കാതെ പോയെന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ ആരെങ്കിലും ഈ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം, അതായത് നിങ്ങൾക്ക് പുത്രത്വം നൽകുവാൻ, പ്രായത്തിൻ്റെ തികവ് നൽകുവാനായിട്ട് വന്ന ക്രിസ്തുവിൽ, ന്യായപ്രമാണത്തിൻ്റെ ആദ്യ പാഠങ്ങളുടെ ആദ്യ വചനത്തിൻ്റെ തികവാകുന്ന ക്രിസ്തുവിൽ യഥാർത്ഥമായി വിശ്വസിക്കാത്തവർ, വിശ്വസിച്ചാശ്രയിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വല്ല പക്കുവേദനയും തൊക്കുവേദനയ്ക്കും വയറുവേദനയ്ക്കും തലവേദനയ്ക്കും രോഗസൗഖ്യത്തിനും സാമ്പത്തിക ലാഭത്തിനും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാനൊക്കെ വേണ്ടി മാത്രം ജനങ്ങളുടെ കൂട്ടത്തിൽ കൂടി വന്നവരുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കത് ലഭിക്കാതെ പോയെന്ന് വരാതിരിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഭയപ്പെടണം. അങ്ങനെ ഒരു കൂട്ടം ആളുകളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇനി അതിന് 11-ാം വാക്യം വായിക്കാം. 4-11. സ്വസ്ഥതയിൽ എങ്ങനെ പ്രവേശിക്കാൻ ഉത്സാഹിക്കണ്ടേ? എന്നും പ്രാർത്ഥനയ്ക്ക് പോകണം, എല്ലാ ആഴ്ച ആരാധനയ്ക്ക് പോകണം, സ്നാനപ്പെടണം, വിശുദ്ധ ജീവിതം നയിക്കണം. അതാണ് ഉത്സാഹം. സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ എന്ത് ചെയ്യണം? വിശ്വസിക്കുക. വേറെ ഒന്നുമില്ല, വിശ്വസിക്കുക. അപ്പോൾ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക എന്ന് പറഞ്ഞാൽ, അനുസരണക്കേടിൻ്റെ സമദൃഷ്ട എന്ന് പറഞ്ഞാൽ അവരെന്തുകൊണ്ട് വീണു? മരുഭൂമിയിൽ എന്തുകൊണ്ട് അവരുടെ ശവങ്ങൾ വീണു? അവരെന്തുകൊണ്ട് പട്ടുപോയി? ഒറ്റ കാരണം, അവിശ്വാസം. വിശ്വസിക്കുക. എന്ന് വിശ്വസിക്കണം? രക്ഷകനെ, ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ, ഒരേ ഒരു വീണ്ടെടുപ്പുകാരനേ ഉള്ളൂ. ഞങ്ങൾ ഇതുവരെ ആചരിച്ചു വന്ന എല്ലാ ആചരണങ്ങളും തെറ്റാണ്, അല്ലെങ്കിൽ അതെല്ലാം വരാനിരുന്ന യഥാർത്ഥ ക്രിസ്തുവിൻ്റെ രക്ഷകൻ്റെ നിഴൽ മാത്രമാണ്, ആദ്യവചനങ്ങളാണെന്ന് അംഗീകരിക്കണം. അംഗീകരിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഇല്ലെങ്കിൽ എന്തു ചെയ്യും? പട്ടുപോകും. അതാ മുന്നറിയിപ്പ്. എല്ലായിടത്തും മുന്നറിയിപ്പ് അതാ. അങ്ങനെയാണ്. ഇനി നമുക്ക് 10-ാം അധ്യായത്തിലേക്ക്, 10-ാം അധ്യായം നമ്മൾ വന്നിട്ടില്ല, പക്ഷേ ഇത് ഈ 6-ാം അധ്യായം മനസ്സിലാക്കാൻ അതിലെ ചില വാക്യങ്ങൾ പറഞ്ഞേ തീരൂ. 10-ാം അധ്യായം 26-ാം വാക്യം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വമായി പാപങ്ങൾ ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി എന്തില്ല? ഒരു യാഗവും ഇല്ല. അവരെന്ത് ചെയ്യുള്ളൂ? നിത്യാഗ്നി, എതിരാളികളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയിലേക്ക് അവർക്ക് മാനസാന്തരത്തിന് പിന്നെന്തില്ല? അവസരം ഇല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പാപം എന്താ? സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വമായി പാപം ചെയ്താൽ. അതേതാ പാപം?
അങ്ങനെ ഒരു പാപമുണ്ടോ? അവിശ്വാസം. സത്യത്തിൻ്റെ പരിജ്ഞാനം ഏതാ? ഈ 10-ാം അധ്യായത്തിലെ വിഷയത്രേ ഉള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ യാഗമാണ് പരമ യാഗം. ഇനി 17-ാം വാക്യം, പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുക, പാപങ്ങളുടെ മോചനമുള്ളയിടത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അപ്പോൾ ഒരു പരമയാഗം ക്രിസ്തുവിലൂടെ അർപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ടും ആ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തിയിട്ടും വീണ്ടും 5 വിധ യാഗങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ ഹോമയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം, ഇതിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് പിന്നെ അവർക്ക് എന്തുള്ളൂ? നരകശിക്ഷയുള്ളൂ. അപ്പോൾ ഈ മുന്നറിയിപ്പുകളെല്ലാം പറയുന്നത് യേശുവിൽ എന്ത് ചെയ്യണം? സമ്പൂർണ്ണമായി പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി, പൂർണ്ണതയ്ക്ക് വേണ്ടി, നിത്യരക്ഷയ്ക്ക് വേണ്ടി സമ്പൂർണ്ണമായി സർവശ്രേഷ്ഠനായ ക്രിസ്തുവിൽ വിശ്വസിച്ച് ആശ്രയിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 6-ാം അധ്യായത്തിലും മുന്നറിയിപ്പ് അതുതന്നെയാണ്. ആരെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പിന്മാറിപ്പോയാൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ എബ്രായ ലേഖനത്തിലെ പിന്മാറ്റക്കാരാരാ? ഇനി ഒന്ന് പറഞ്ഞേ. പറ്റുന്നില്ല? 10:38 വായിക്കാം. 10:38, 38-39. ഇതെല്ലാം വിശദീകരിച്ച് മനസ്സിലാക്കിയിട്ടും, അതാണ് 6-ാം അധ്യായത്തിൽ സ്വർഗീയദാനം ആസ്വദിച്ചവർ, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി അനുഭവിച്ചവർ, ദൈവത്തിൻ്റെ നല്ല ദാനം പ്രാപിച്ചവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ. അതിന് അർത്ഥമുണ്ട്. പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഈ സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിച്ച കാര്യങ്ങൾ ആരാ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നേ? കർത്താവ് പറഞ്ഞു, ഞാൻ പോയി കാര്യസ്ഥനെ അയക്കും, അവൻ വന്ന് ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എന്ത് ചെയ്യും? ബോധം വരുത്തും. നമ്മൾ സമയം തീർന്നുകൊണ്ട് ഞാനത് അത്രയും പറഞ്ഞു പോവുക. അടുത്ത ആഴ്ചയിൽ അത് ഒന്നുകൂടി പറയാം. അപ്പോൾ ഇതെങ്ങനെയെല്ലാം മനസ്സിലാക്കിയ ആളുകൾ, ബോധ്യം വന്ന ആളുകൾ, അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രകാശനം ലഭിച്ച ആളുകൾ. 10-ാം അധ്യായത്തിൽ ആ വാക്ക് പറഞ്ഞു, പ്രകാശനം കിട്ടിയ ആളുകൾ. അങ്ങനെ കിട്ടിയ ആളുകൾ, ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി. അതിൽ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തു? വാക്യം നോക്കി, 38 നോക്കി. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, പിന്നെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരാണ്, അവരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ രണ്ട് കൂട്ടം ആളുകൾക്കും എന്ത് മനസ്സിലായി? സത്യം മനസ്സിലായി. അതിലൊരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തു? വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചു, നിത്യതയിലേക്ക് കടക്കുന്നു. ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നു? പിന്മാറുന്നു പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല, കാര്യം മനസ്സിലായിട്ടും എന്ത് ചെയ്യുന്നില്ല. അതാണ് പിന്മാറ്റം. എബ്രായ ലേഖനത്തിൽ പിന്മാറ്റക്കാരെന്ന് പറഞ്ഞാൽ ആരാ? സത്യം മനസ്സിലായിട്ടും യേശുക്രിസ്തുവാണ് സർവശ്രേഷ്ഠൻ, ന്യായപ്രമാണത്തിലെ പഴയ നിയമത്തിലെ ഏതൊരു കാര്യങ്ങളെക്കാൾ യേശുക്രിസ്തുവാണ് സർവശ്രേഷ്ഠൻ, അവനിൽ കൂടെ മാത്രമേ നിത്യരക്ഷയുള്ളൂ എന്ന് മനസ്സിലായിട്ടും അത് വിശ്വസിക്കാതിരിക്കുന്നവരാണ് ആര്? പിന്മാറുന്നവർ. അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയോ? ഒരു സാധാരണ ഒരു പാപം ചെയ്യുന്ന, ജനറലി പാപം ചെയ്യുന്നവരെന്ത് ചെയ്യാൻ കഴിയും? മാനസാന്തരത്തിലേക്ക് അല്ലേ? രക്ഷ നഷ്ടപ്പെടും എന്ന് പഠിപ്പിക്കുന്നവരും എന്താ പറയുന്നത്? മാനസാന്തരത്തിന് അവസരം ഉണ്ട്. യഥാസ്ഥാപനത്തിന് എന്തുണ്ട്? അവസരമുണ്ട്. അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. അവരും അങ്ങനെ പഠിപ്പിക്കുന്നത്. മാനസാന്തരപ്പെടാം, യഥാസ്ഥാനപ്പെടാം എന്നാണ്. എന്നാൽ ഇവിടെ പറയുന്ന അതിന് അവസരമില്ലെന്നാ. പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കയില്ല, അവർക്ക് നിത്യ
നിത്യ നരകമേ ഉള്ളൂ. മാർക്കോസിൻ്റെ വിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മാനസാന്തരമില്ല, അവസരമില്ല. പിന്നെ അത് 10-ാം അധ്യായത്തിലുണ്ട്. 10-ാം അധ്യായം നമ്മൾ വായിച്ച ആ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വമായി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ എതിരാളികളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയെ ഉള്ളൂ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും തങ്ങളെ നിർമ്മലീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് എണ്ണുകയും ചെയ്യുന്നവൻ എത്ര വലിയ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകും. അവർക്ക് മാനസാന്തരത്തിനാകും ഇടയില്ല. കത്തിച്ച് കളയുക, ശാപത്തിനടുത്തത് അത്രേ. അതിനെന്ത് ചെയ്യും? കത്തിച്ച് കളയുക അത്രേ എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ സന്തോഷമുണ്ട്. നമ്മളെ യഹൂദന്മാരൊന്നുമല്ല, നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നു അല്ലേ? ഇതൊന്നും അറിയാതെയാണ് നമ്മൾ ഇത് വിശ്വസിച്ചത്. എത്ര വലിയ കാര്യമാണ്, എത്ര വലിയ രക്ഷയാണ്. ഇത്ര വലിയ രക്ഷ എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സർവശ്രേഷ്ഠനായിരിക്കുന്ന ലോകത്തിൻ്റെ രക്ഷകനായിട്ട് ദൈവം അയച്ച ദൈവത്തിൻ്റെ പുത്രൻ, യുഗങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ദൈവപുത്രനെ, ആ നിത്യവെളിച്ചത്തെ നമ്മുടെ രക്ഷകനായി അവനിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിശ്വസിച്ച് അംഗീകരിക്കുവാൻ കർത്താവ് കൃപ നൽകി. ആ വലിയ അഗ്നി തടാകത്തിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചുകൊണ്ട് നന്ദിയുള്ളവരായി നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം, സേവിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും.